സിജോ തുടരും, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗം നടക്കുകയാണ്. അതിനിടയിലാണ് കലൂരിലെ അപകടം സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടാകുന്നത്. ഇപ്പോൾ നടുത്തളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ. സിജോ വിജോൺ തുടരുന്നുണ്ട്. സിജോ, ശാന്തമാണോ അന്തരീക്ഷം? കൗൺസിൽ യോഗം ഇപ്പോൾ സമാപിച്ചിരിക്കുകയാണ്. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കൗൺസിൽ യോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. അത്തരം നടപടികളിലേക്കാണ് അവർ പോവുകയും ചെയ്യുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടേക്കണം. അല്ലെങ്കിൽ അവിടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലൈസൻസ് അവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. PPR ലൈസൻസ് പോലും എടുക്കാതെ അവിടെ ഇത്രയും വലിയൊരു പരിപാടി, കൊച്ചി നഗരത്തിൽ നടക്കുന്ന സ്ഥിരം പരിപാടികളാണ് ഇത്തരം പരിപാടികൾ. ലൈസൻസ് എടുക്കാതെ തോന്നിവാസം കാണിച്ചിട്ടുണ്ട്. യൂണിയൻകാരെ, CPM പാർട്ടിയിലെ ആൾക്കാരെ തിരികെ കയറ്റി അവർക്ക് താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കാൻ? സമരവും പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. ശക്തമായ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തങ്ങൾ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു. പക്ഷേ ഈ തർക്കത്തെ തുടർന്ന് അത്തരം നടപടികളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എന്തായാലും തുടർ സമരങ്ങളുണ്ടാവും, ശക്തമായ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ള കാര്യം പ്രതിപക്ഷം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സിജോ വിജോണാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.